പാതിവില തട്ടിപ്പിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ റോൾ എന്താണെന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. അഭിഭാഷക മാത്രമാണെന്നാണ് ലാലി വിൻസെന്റ് കോടതിയിൽ മറുപടി നൽകിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുകയാണ്. ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ലാലി വിൻസെന്റിന്റെ റോൾ എന്താണ് എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. നേരത്തെയും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില നിരീക്ഷണങ്ങൾ, ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് കോടതിയിൽ സംഭവിച്ചത് എന്താണ്? എത്രത്തോളം ഗൗരവത്തിലാണ് ലാലി വിൻസെന്റുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ കോടതി കാണുന്നത്? ഗൗരവത്തോടുകൂടി തന്നെ കോടതി കാണുന്നു എന്നതാണ് ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ലാലി വിൻസെന്റിന്റെ റോൾ എന്താ എന്നതാണ് കോടതിക്ക് അറിയേണ്ടത്. അനന്തു കൃഷ്ണനും ലാലി വിൻസെന്റും തമ്മിലുള്ള ബന്ധമെന്ത്, ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ അടിസ്ഥാനമെന്ത്, ഇക്കാര്യങ്ങളിൽ വിശദീകരണം നൽകാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനോട് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച ഈ ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കും. അപ്പോൾ ക്രൈംബ്രാഞ്ച് വിശദീകരണം നൽകണം. ഇപ്പോൾ അനന്തു കൃഷ്ണൻ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്ത് വ്യക്തത വരുത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിയുകയും ചെയ്യും. ഏതാണ്ട് 46 ലക്ഷത്തിലധികം രൂപ ലാലി വിൻസെന്റിന് അനന്തു കൃഷ്ണൻ കൈമാറിയിട്ടുണ്ട്. ഇത് അഭിഭാഷക എന്ന നിലയിൽ തനിക്ക് നൽകിയ ഫീസാണ് എന്നതാണ് ലാലി വിൻസെന്റിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം ലാലി വിൻസെന്റ് മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ അനന്തു കൃഷ്ണന് വേണ്ടി ഹാജരാകുകയും ചെയ്തിരുന്നു. പക്ഷേ കോടതി അപ്പോഴൊക്കെ ചോദിച്ചൊരു ചോദ്യം എന്നത് ഇത്രയും വലിയ വക്കീൽ ഫീസോ എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തു. ഇപ്പോൾ ലാലി വിൻസെന്റ് ഇതിനൊക്കെ നൽകുന്ന മറുപടി താൻ നിരവധി ഡീഡുകളടക്കം തയ്യാറാക്കി നൽകി, മണിക്കൂറുകൾ ഈ അനന്തു കൃഷ്ണന്റെ സ്ഥാപനത്തിന് വേണ്ടി നിയമോപദേശങ്ങളടക്കം നൽകുന്നതിന് വേണ്ടി താൻ പ്രവർത്തിച്ചു. ഈ അവകാശവാദമാണ് ലാലി വിൻസെന്റ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ കോടതിക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണം. അതുകൊണ്ടാണ് കോടതി ലാലി വിൻസെന്റിന്റെ റോൾ എന്താ എന്ന ചോദ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സംസ്ഥാനത്തുടനീളം സ്ത്രീകളെ വഞ്ചിച്ച ഒരു കേസാണിത്. അതിൽ ഉൾപ്പെട്ട ഒരു പ്രതിയാണ് ഇപ്പോൾ ലാലി വിൻസെന്റ്. അഭിഭാഷക എന്ന ഒറ്റ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലാലി വിൻസെന്റിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ എന്നതാണ് കോടതിക്ക് അറിയേണ്ടത്. അതുകൊണ്ടാണ് കോടതി ആ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി, വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ ചോദ്യമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന്